ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്നത് മാറ്റിയെടുക്കാം എന്നാണ്. സോ മുഖത്തിനെക്കുറിച്ചല്ല, ഇന്ന് നമ്മൾ മുടിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ റെയറായിട്ട് മാത്രം നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന ടോപ്പിക്കാണ്. സോ എന്നിരുന്നാലും മുടി ഓൾസോ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഞാൻ മുടിയിൽ വലിയ പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ല, എനിക്കത് സെറ്റ് ആവാറുമില്ല. അതുകൊണ്ടാണ് എൻ്റെ മുടിയുടെ അറ്റം നാച്ചുറലി ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ബ്രൗൺ കളറാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റും. എനിക്ക് വർക്കൗട്ടായ കുറച്ച് മെത്തേഡ്സ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം അല്ല, 2-3 ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിലേതെങ്കിലും 1-2 നിങ്ങൾക്ക് ഏതാണോ സാഹചര്യത്തിന് പറ്റുന്നത് അത് നോക്കി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റിയെടുക്കാൻ പറ്റും. മുടി കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകില്ലേ. മൊത്തം 4 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും 1 അല്ലെങ്കിൽ 2 ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് എന്നൊക്കെ. ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹെയർ മാസ്ക് ആണ്. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് തൈര് വേണം, ഒപ്പം കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിരിക്കുക. മുടിയിൽ, തലയിലല്ല കേട്ടോ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സ്പ്ലിറ്റ് എൻഡ്സും ഡ്രൈനെസ്സും മാറ്റാനാണ്. സോ മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ജസ്റ്റ് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. സ്പ്ലിറ്റ് എൻഡ്സ് ഒരുപാടുള്ളവർ കണ്ടീഷണർ, നല്ല തിക്കായിട്ടുള്ള കണ്ടീഷണർ യൂസ് ആക്കുക, നന്നായിട്ട് വർക്കാകും. ഹെയർ മാസ്കും നന്നായിട്ട് വർക്കാകും. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചെയ്തു നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. അടുത്ത് നമ്മുടെ 2ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയ നമ്മൾ യൂസ് ആക്കുന്ന കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണ. എണ്ണ തേക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് എണ്ണ എടുക്കുക. അത് നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കാച്ചിയതായാലും കുഴപ്പമൊന്നുമില്ല, എണ്ണ എടുക്കുക. ഇനി സാധാരണ എണ്ണയായാലും ഓക്കെ. എന്നിട്ട് കുറച്ച് അലോവേര, കറ്റാർ വാഴയുടെ നീരുണ്ടല്ലോ, അതെടുക്കുക. അത് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യരുത്, വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം സ്പ്ലിറ്റ് എൻഡ്സ് മാറാനാണ് ചെയ്യുന്നത്. ഞാൻ തലയിലൊന്നും അപ്ലൈ ചെയ്യാറില്ല, കാര്യം എനിക്ക് എപ്പോഴും ജലദോഷം വരും തലയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത്. അതുകൊണ്ട് ഞാൻ യൂസ് ആക്കാറില്ല. സ്പ്ലിറ്റ് എൻഡ്സ് മാറാനായിട്ട് മുടിയിൽ മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിൽ കൊള്ളാണ്ട് മുടിയുടെ ആ ഒരു മുടിയുണ്ടല്ലോ നീളത്തിൽ കിടക്കുന്ന, അതിലോട്ട് മാത്രമായിട്ട് ഈ 2 ഐറ്റം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിരിക്കുക. അത്രയും മതി കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് അതൊന്ന് കഴുകിക്കളയുക. എന്നിട്ട് ഒരു സിറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ പേഴ്സണലി സിറമിന് പകരം യൂസ് ആക്കുന്നത് നമ്മുടെ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലുണ്ടല്ലോ, അത്, അല്ലെങ്കിൽ നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ, അത് ജസ്റ്റ് ഒരു 1 ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത്. എനിക്ക് സിറമായിട്ട് അതാണ് ഏറ്റവും ഇഷ്ടം. കാര്യം എന്താ വെച്ചാൽ സിറം എന്ന് പറയുമ്പോൾ തന്നെ അത് ഓയിലി ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഓയിൽ തന്നെയല്ലേ വേറൊരു തരത്തിലുള്ള ഓയിൽ യൂസ് ആക്കുന്നത്. പിന്നെ പല സിറംസിൻ്റെയും സ്മെൽ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ യൂസ് ആക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിപ്പ് യൂസ് ആക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറം ആഫ്റ്റർ ദാറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ടിപ്സ് ഉണ്ടല്ലോ എൻഡിൽ, അവിടെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. ഇനി നമ്മുടെ 3ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെയറിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് എൻഡിലൊക്കെ ആയിട്ട് ഈ ഒലിവ് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഒലിവ് ഓയിൽ. അത്ര എൻ്റെ സ്കിന്നല്ല, എൻ്റെ മുടിയെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ്. ഇപ്പോൾ കിടക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ നേർത്ത മുടിയാണ്, ഒട്ടും കട്ടിയില്ല. ലോ പൊറോസിറ്റി ഹെയർ എന്നൊക്കെ പറയുന്നതാണ് ഞാനിപ്പോൾ അറിഞ്ഞത്. പക്ഷേ ഇതിന് അങ്ങനെ വലിയ കട്ടിയില്ല. ഓരോ മുടിയായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത മുടിയാണ്. ഇപ്പോൾ കുറേ ഉണ്ടെങ്കിലേ നല്ല വോളിയം തോന്നിക്കുള്ളൂ. പക്ഷെ ചിലരുടെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും നാച്ചുറലി. ഒരു മുടി സ്റ്റാൻഡ് എടുത്താൽ തന്നെ നല്ല കട്ടി ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്ക് പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറവായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ എനിക്കുണ്ടല്ലോ നന്നായിട്ട് പെട്ടെന്ന് മുടി ഡാമേജ് ആകും, അതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒലിവ് ഓയിൽ അതിനൊരു ബാരിയർ തരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. നല്ലൊരു ബാരിയർ തന്ന് കുറച്ച് തിക്നെസ് എക്സ്റ്റേണലി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആക്കാം. നന്നായിട്ട് അടിപൊളി റിസൾട്ട് കിട്ടും ഒലിവ് ഓയിൽ യൂസ് ആക്കിയാൽ. നിങ്ങൾക്ക് കഴുകിക്കളയാട്ടോ. മുടി എണ്ണ തേച്ചിട്ട് കഴുകി കളയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ വെച്ചിരിക്കുക. സാധാരണ എണ്ണ തേച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും ഷാമ്പൂ ഒന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോലും നല്ല രീതിയിൽ വർക്കാകും. സൂപ്പറാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് വിറ്റമിൻ ഇ ഓയിലാണ്. വിറ്റമിൻ ഇ ഓയിൽ ഒരു ബോട്ടിൽ എടുക്കുക, അതിലോട്ട്
വെള്ളം നിറച്ചിട്ട് കുറച്ച് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് 2 എണ്ണമൊക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അലോവേര ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലോട്ട് യൂസ് ആക്കാം. ഇതൊക്കെ നമുക്ക് കുളി കഴിഞ്ഞിട്ടും ചെയ്യാവുന്നതാണ്. സൂപ്പർ റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് മാറും. നല്ല അടിപൊളിയായിട്ട് ഹെയർ മാനേജബിൾ ആകും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാനിപ്പോൾ പറയുന്നത് ഒരിക്കലും നിങ്ങളെ മുടിയുടെ അറ്റം ഇങ്ങനെ ഒരച്ചൊരച്ച് തുടയ്ക്കരുത്. കെട്ടുകളുണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കി എടുക്കരുത്. അത് ജസ്റ്റ് സ്മൂത്താക്കി നല്ല കുറച്ച് മുടിയായിട്ട് വേണം കെട്ടൊക്കെ ജടയൊക്കെ മാറ്റി കൊടുക്കാനായിട്ട്. പിന്നെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്ത് തുടച്ചു കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. സ്പ്ലിറ്റ് എൻഡ്സ് മാറിക്കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.